ഇതൊരു മുനിയറയാണ്. ഈ മുനിയറ ഉണ്ടാക്കി നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മറയൂർ ഗവൺമെൻറ് സ്കൂളിൻ്റെ പിന്നിലുള്ള പാറയിലാണ്. ഈ പാറയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? കേരളത്തിലെ ഏറ്റവും അധികം മുനിയറകൾ കാണുന്ന സ്ഥലങ്ങളിൽ ഒന്നാണിത്. അതിലധികം ധാരാളമായി കാണാൻ പറ്റും. ഒറ്റപ്പെട്ടിരിക്കുന്നതല്ല, ഇഷ്ടം പോലെ നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കും. നല്ല വലിപ്പമായിരുന്നൊക്കെ. ഇതൊരു മുനിയറയാണ്. ഈ മുനിയറ ഉണ്ടാക്കിയിരിക്കുന്നതാണ് നല്ല പാറ നന്നായിട്ട് കീറിയെടുത്ത് നല്ല തിക്കായിട്ട് നല്ല ഉറപ്പായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ഇതാണ്. അടുത്തുണ്ട്. പണ്ട് കാലത്തെ സന്യാസിമാരും മുനികളും തപസ് ചെയ്തിരുന്ന സ്ഥലമായിട്ടും ഗോത്രത്തലവന്മാരെ അടക്കം ചെയ്തിട്ട് അവരുടെ ശരീരാവശിഷ്ടങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമായിട്ടും ഇത് പറയപ്പെടുന്നുണ്ട്. ഈ പാറയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാട്ടോ ഇറച്ചിൽപ്പാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. എന്നാണ് ഇറച്ചിൽപ്പാറ വെള്ളച്ചാട്ടം. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോഴും നല്ല തിരക്കാണ്. വണ്ടികളൊക്കെ ഉണ്ടോ? ക്യൂ ആ നിരന്ന് കിടക്കുന്നു. പിന്നെ വണ്ടികൾ പോകാൻ വേണ്ടിയിട്ടുള്ള റോഡ് ചെറിയ ഇടുങ്ങിയ വഴിയിലൂടെയാട്ടോ പോകുന്നത്. കാറുകൊണ്ട് പോകുന്നത് ഇച്ചിരി പാടാണ്. ജീപ്പൂടെ ആശ്രയിക്കുമായിരിക്കും കുറച്ച് നല്ലത്. അതാകുമ്പോൾ അവരരിയിലൊക്കെ ചാടിച്ചിറക്കി കൊണ്ടുപോകും. കാർ കൊണ്ടുപോകുന്നത് ഭയങ്കര റിസ്ക്കാണ്. ചെറിയ വീതിയുള്ളൂ, ഒരു കോൺക്രീറ്റ് വഴി. വേലിയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ പൊളിച്ചു. ഇതൊരു മുനിയറയുടെ അവശേഷിപ്പാണ്. ഒരു സൈഡ് പൊളിഞ്ഞു പോയി. ഇപ്പോൾ രണ്ട് സൈഡിലെ പാളി മാത്രമേ ഉള്ളൂ. അന്നത്തെ സംഭവം കേട്ടോ. ഒരു യന്ത്രത്തിന് സഹായമില്ലാതെ കൈപ്പണിയായിട്ട് തന്നെ ഇതിങ്ങനെ വെച്ച് ഇതിൻ്റെ മണ്ടയിലേക്ക് ഒരു പാളിയുടെ കയറ്റി വെക്കുമല്ലോ. അതൊക്കെ എങ്ങനെ വെക്കാൻ സാധിക്കും? മണ്ണിൽ കയറ്റി വെക്കുന്നത്, മണ്ണിട്ട് ഉയർത്തിയിട്ട് അതിനെ മണ്ടക്കട നിരക്കിക്കൊണ്ടുവന്ന് കയറ്റി വെക്കുന്നതെന്നൊക്കെയാണ് ഈ അമ്പലമൊക്കെ നിർമ്മിക്കുന്നത്, വലിയ ക്ഷേത്രമൊക്കെ നിർമ്മിക്കുന്നതിൻ്റെ പറയുന്നത്. അതുപോലെയൊക്കെ വല്ലതും ആയിരിക്കണം. എന്നാലും സമ്മതിക്കണം, ഇതൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല നല്ല ലെവലിൽ ഇതൊക്കെ എങ്ങനെ കീറിയെടുക്കുന്നുള്ളതിനെ കുറിച്ചാണ് ഒരു പിടുത്തം കിട്ടുന്നത്. അതെങ്ങനെ കീറിയെടുക്കണ്ടേ? എന്നൊക്കെയാണെങ്കിൽ വലിയ കട്ടർ മെഷീനൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിച്ച് കീറിയെടുക്കാം. ഇതങ്ങനെ കീറിയിട്ടൊന്നുമില്ല, കൈ കൊണ്ട് തന്നെ കുത്തി ഉളി കൊണ്ടൊക്കെ ആക്കിയെടുത്ത് ഉണ്ടോ. ചെടികൾ നോക്കി കട്ടിയുണ്ടോ? നമ്മളൊക്കെ ഒരു 6 ഇഞ്ചോളം കനത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്. ഇത്രയും കനത്തിൽ കീറിയെടുത്ത് ഈ കല്ലിനെ മണ്ടക്കിട്ട് വെക്കണ്ടേ? ഇത് അതേപോലെ ഉണ്ടോ, ഇത്ര ഹൈറ്റിലേക്ക് ഈ കല്ല് കയറ്റി ഇതിനെ മണ്ടൽ വെക്കണം. ആ കല്ല് ചെരിഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം. നല്ല കഷ്ടപ്പെട്ടാണ് അവർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണെങ്കിലും ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. പറയാനില്ല. ഇവിടെ ഒരു 3 കാണാം. അതുപോലെ തന്നെ ഇതുണ്ട്, ഇവിടെ അടുത്ത് ഒരെണ്ണമുണ്ട്. ഇവിടെയൊക്കെ എന്തായിരുന്നു എന്ന് അവർ ധ്യാനത്തിരിക്കുന്ന സ്ഥലമാകണം. പാറപ്പുറത്ത് ധ്യാനത്തിലിരിക്കുക സ്ഥലമായിരിക്കും. ആൾക്കാരൊക്കെ നല്ല കെടാൻ മുട്ടന്മാരായിരുന്നു തോന്നുന്നു. അത്രയ്ക്കും കരുത്തുള്ളവരാണ് ഈ സാധനം ഉണ്ടാക്കിയേക്ക് നിർമ്മിച്ചേക്കുന്നത്. ഈ കല്ലൊക്കെ കീറി കെട്ടിയേക്കുന്നത് ഈ കാണുന്നു. ഇതൊരെണ്ണം, പിന്നെ ഈ താഴെ മറ്റൊരെണ്ണം ഈ വല കെട്ടി സംരക്ഷിച്ചിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മറയൂർ ഗവൺമെൻറ് സ്കൂളിനോട് ചേർന്നുള്ള പാറയിലാണ് ഇതടുത്തത്. അതിനുശേഷം ഈ മുകളിലത്തായി സൈഡിൽ, പിന്നെ അവിടുന്ന് അതിൻ്റെ മുകളിൽ വേറെ, പിന്നെ അതവിടെ മറ്റൊരെണ്ണം, പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നിറയെ ഉണ്ട്. സൈഡിൽ കൂടെയൊക്കെ ഉണ്ട്, സൈഡിലൂടെയൊക്കെ നിറച്ചും ഇതുണ്ട്. പിന്നെ കാണാം പാറയുടെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും. അവിടെ നിറച്ചും ആൾക്കാരുണ്ട്. ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ തന്നെ ഇപ്പോൾ കാണാൻ സാധിക്കും. നിറയെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഇതാണ് മറയൂർ ഗവൺമെൻറ് സ്കൂള്.